ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ് ആദ്യമേ തന്നെ കാണിക്കുന്നത് നിധിയെ കളിയാക്കുന്നവരോട് ചോദിക്കാൻ പോകുന്നതാണ്. നിധി, തന്നെ ആരാ അങ്ങനെ വിളിച്ചത്? അതേടാ, ഞാനാ അങ്ങനെ വിളിച്ചത്. നീ എന്ത് ചെയ്യും? അഞ്ജലി അഞ്ജലി അഞ്ജലി. സുധീഷ് എന്ന കരണക്കുറ്റിക്ക് നല്ല അടി കൊടുക്കുന്നുണ്ട്. അതേടാ, ഇനി അങ്ങനെ തന്നെ വിളിക്കുക. 5 ആണുങ്ങൾ താമസിക്കുന്നുണ്ട്, ഒരു പെണ്ണ് കഴിയുന്നുണ്ടെങ്കിൽ അവളെ അങ്ങനെ തന്നെ വിളിക്കും. എടാന്ന് വിളിച്ചുകൊണ്ട് വന്ന് സുഭാഷ് ഏട്ടന് ഒരു നെഞ്ചത്തൊരു ചവിട്ട്. ഹരീഷും അപ്പോഴത്തേന് വരുന്നുണ്ട്. സുധീഷ്, അവന്റെ പല്ലടിച്ച് താഴെയിട്. ഇനി മേലെ അവൻ ഇനി ആരോടും ഇങ്ങനെ പറയരുത്. പിന്നെ കുറച്ചു നേരത്തേന് അടിയാണ്. ഇനി നിധിയോട് അങ്ങനെ പറയോടാ? പറയില്ലെന്ന് പറയടാ. പറയത്തില്ല. എടാ, നീ നിധിയോട് സോറി പറയടാ. സോറി. അപ്പോഴത്തേന് അച്ഛൻ വരുന്നു. എന്താ മോളെ പ്രശ്നം? അച്ഛനോട് പറയുന്നു. എടാ, നടു റോഡിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കളിയാക്കിക്കൊണ്ട് ഇന്നപ്പോൾ ചിരിച്ചോണ്ടിരിക്കുവോ അല്ലേടാ നാറികളെ? നിനക്കൊക്കെ നാണോ ഇല്ലയോ? എല്ലാവരും അടിച്ചോടിക്കടാ അവന്മാരെ. എടാ, എല്ലാ അവന്മാരെ അടിച്ചോടിക്കടാ സുഭാഷേ. ഇവന്മാരെ ഇനി ഇവിടെ കണ്ടുപോകല്ലോ. ഓടറാ. പിന്നെ കാണിക്കുന്ന വീടാണ്. ഏട്ടത്തി ഇവിടെ ഇരിക്കെ. അവൻ ആദ്യം കളിയാക്കിയപ്പോഴേ നിധിക്ക് ഇവിടെ വന്ന് പറയാമായിരുന്നു. നികേഷേ, നിനക്കെങ്കിലും പറയാമായിരുന്നു. അന്നേ അവറ്റൊക്കെ 2 പൊട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചേ. ഏട്ടത്തി പറഞ്ഞ ആരോടും പറയണ്ടെന്ന്, പറഞ്ഞാൽ വഴക്കുണ്ടാവുമെന്നും പറഞ്ഞത് ഏട്ടത്തിയാണ്. മോളെ, ഇതൊന്നും വിട്ട് കളയേണ്ട ആവശ്യമില്ല. നീ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അവന് തോന്നണം. എന്നാലേ അവൻ മര്യാദയ്ക്ക് പെരുമാറൂ. അന്നേ അവൻ്റെ വായടിച്ച് പൊട്ടിച്ചാനേ ഈ കുഴപ്പം വരത്തില്ല. ഇനി എന്തായാലും അവൻ ആ ഏട്ടത്തിയുടെ പരിസരത്ത് വരത്തില്ല. ഏട്ടത്തിക്ക് സങ്കടമൊന്നുമില്ലല്ലോ? ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി വന്ന് ചോദിച്ചില്ലേ, അപ്പം മാറി. ഇത് അവന് കൊടുത്തത് ഒരു പാഠമായിരിക്കണം. റാസ്കൽ. എനിക്ക് തോന്നുന്നു അവന് ഇത് കൊടുത്തത് പോരാ, അവൻ്റെ കൈയും കാലും തല്ലി ഓടിക്കണമായിരുന്നു. എന്നിട്ട് പോലീസ് കേസ് ആവണോ? ആവട്ടെ. ഞാനും ഹരീഷും അവൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചല്ലേ. അവൻ്റെ വീട്ടിലെ ഒരു പെണ്ണുങ്ങളെ ഞങ്ങൾ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ അവൻ എങ്ങനെ തോന്നുന്നു? ഞങ്ങളോട് പകരം വെട്ടണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരണം, അല്ല തൻ്റെ അടുത്തേക്ക് വരികയല്ല ചെയ്യേണ്ടത്. എനിക്ക് വന്ന ദേഷ്യത്തിൽ ഞാൻ അവനെ കൊന്നുകളയാ വേണ്ടത്. ഏട്ടത്തി, എന്നോട് ക്ഷമിക്കണം. സോറി. എന്തിന്? ഞാൻ കാരണമല്ലേ ഏട്ടത്തിയോട് അവൻ ഇങ്ങനെ പെരുമാറിയത്. നീയോ? നീ എന്ത് ചെയ്തെന്ന് ഹരീഷെ പറയുന്നത്? ഞാൻ നീതുവിനോട് സംസാരിക്കുന്നുണ്ടല്ലേ ഏട്ടത്തിയോട് അവൻ അങ്ങനെ പെരുമാറിയത്. എല്ലാം തുടങ്ങി വെച്ചത് ഞാനല്ലേ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഹരീഷെ. നീ നീതുവിനോട് മിണ്ടുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് അവൻ അറിഞ്ഞൂടെയോ? അവനൊരു അനിയത്തിയുള്ളയല്ലയോ? അവളോട് അവൻ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എടാ, അവൻ ഇങ്ങനെ പെരുമാറിയത് അവൻ്റെ സ്വഭാവം വളർത്തുദോഷമാണ്. അതിന് നീ എന്ത് തെറ്റിയതെന്നാ പറയുന്നേ? എടാ ഹരീഷെ, നീ ഇത്ര മോശമായ കുടുംബത്തിൽ നിന്നാ പ്രേമിക്കുന്നത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും അവൻ ഇങ്ങനെ തന്നെ പെരുമാറും. അപ്പോഴും ഞങ്ങൾ മിണ്ടാതെ അനങ്ങാതിരിക്കണമെന്നാണ് നീ പറയുന്നത്. മോളെ, നീ ഇതോർത്ത് വിഷമിച്ചിരിക്കണ്ട. നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നത്. അതങ്ങ് മറന്നേക്ക്. എനിക്കിപ്പം വിഷമമൊന്നുമില്ല സുഭാഷ് ഏട്ടാ. എനിക്കൊരു പ്രശ്നം വന്നാൽ ചോദിക്കാൻ നിങ്ങളൊക്കെ ഇല്ലയോ? അതിപ്പരം എന്താണ് വേണ്ടത്? അവനത് പറഞ്ഞപ്പോഴേ എനിക്ക് പല്ലടിച്ച് പൊഴിക്കണമെന്നാണ് തോന്നിയത്. പക്ഷെ നിങ്ങൾ ചെയ്തില്ലയോ? എനിക്കത് മതി. ഇനി അവൻ ഒരു പെൺകുട്ടിയോട് നോക്കി അങ്ങനെ സംസാരിക്കാൻ നിൽക്കില്ല. അഥവാ സംസാരിക്കാൻ നിന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ഓർക്കും. എനിക്കത് മതി. പിന്നെ കാണിക്കുന്ന നീതുവാണ്. നീതു ടി വി പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ഒന്ന് ഓഫ് ആക്കുന്നു. എന്താ അമ്മേ നിങ്ങൾക്ക്? നീ എന്താ മനസ്സിൽ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ? പോയി അടിച്ച് നനത്ത് തൂത്തുവാർടി. നാശം. കുടുംബത്തിരുന്ന് പ്രാവിയ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അപ്പോഴത്തേനും നീതുവിൻ്റെ ചേട്ടൻ വരുന്നു. അയ്യോ, എന്ത് പറ്റിയടാ മോനെ? നിനക്കെന്താ മിണ്ടാൻ പറ്റുന്നില്ലയോ? അയ്യോ ഈശ്വര, പതുക്കെ. നോക്കി നിൽക്കാതെ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വാടി. ഇവിടെ ഇരിക്കേ. എടാ, എന്താടാ? എന്ത് പറ്റിയടാ? എടി, വെള്ളം കൊണ്ടുവാടി. മോനെ ഇത് കുടിക്ക്. എടാ മോനെ, നീ ബൈക്കിൽ നിന്ന് എങ്ങാനും വീണോ? ചോരയൊക്കെ വരുന്നുണ്ടല്ലോ. എത്ര തവണ സൂക്ഷിച്ചോടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ബൈക്കിൽ നിന്ന് വീണാന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ എനിക്കെന്താ ബൈക്ക് ഓടിക്കാൻ അറിഞ്ഞൂടെയോ? എടാ, എന്താ ഉണ്ടായെന്ന് പറയടാ. എല്ലാം ഇവള് കാരണമോ? ഞാനെന്ത് ചെയ്യുന്ന? ഇവള് പ്രേമിക്കുന്ന ഒരു ചെറുക്കനില്ലേ, അവനും അവൻ്റെ ചേട്ടന്മാരും കൂടെ ചെയ്തയാ. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. അവരെന്തിനും നിങ്ങളെ തല്ലണം? വേറെ എവിടെയും അടി കൂടിയിട്ട് അവരുടെ പേര് വെച്ച് കേട്ടാൻ നിൽക്കണ്ട. എടി, എനിക്ക് ദേഷ്യം കൊണ്ട് പ്രാന്തെടുത്തിരിക്കുക. അതിനുള്ളത് ഞാൻ നിനക്ക് തരും. നീ അവിടെ ഇരിക്കെ. ഇത്രയൊക്കെ പറ്റണമെങ്കിലേ അവന്മാർ എൻ്റെ കുട്ടിയെ ചതച്ച് കാണും. നിങ്ങളിത് കണ്ടില്ലേ മഹാഭാവികൾ? ഒരു പ്രശ്നം നമ്മളായിട്ട് ഉണ്ടാക്കണ്ടെന്ന് കരുതിയപ്പോൾ അവരിങ്ങോട്ട് വന്ന് മെക്കിട്ട് കയറുവാന്നോ? നിനക്കെന്താ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾ കാര്യം പറഞ്ഞ് നിൽക്കാതെ വണ്ടി എടുക്കും മനുഷ്യ. ഇവനെ ആശുപത്രി കൊണ്ടുപോകണം. ഇത്രമാത്രം അടിക്കാൻ വേണ്ടി അഖിലേട്ടൻ എന്താ ചെയ്ത അവരോട്? എടാ അടങ്ങിയിരിയടാ. ചോദിക്കുന്ന കേട്ടില്ല. എന്നെ വന്ന് അടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ എന്താ ചെയ്തതെന്ന് അവൾ ചോദിക്കുന്നത്. എന്തെങ്കിലും പറയാതെ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ കൂട്ടമായിട്ട് അടിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടി, മിണ്ടാതിരിയടി. നിനക്ക് പിന്നെ കൂടപ്പറപ്പിനേക്കാട്ടിലും വലുത് അവരാണല്ലോ. എൻ്റെ പെങ്ങടെ മുന്നിൽ ഇനി ചുറ്റിത്തിരിയല്ലെന്ന് പറഞ്ഞാണ് അവന്മാർ എന്നെ അടിച്ചത്. ഇവക്ക് ഞാൻ അടി വാങ്ങിയതിലല്ലോ കുഴപ്പം. അവരെന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള ടെൻഷനാണ് അവൾക്ക്. ഇന്നിത് ചോദിച്ചിട്ടേ ഉള്ള കാര്യം. അവൻ ആരുമില്ലാത്തതാണെന്ന് അവർ കരുതണ്ട. എടാ അശോക, രവി, എന്താ ചേച്ചി? അങ്ങോട്ട് വന്ന് നോക്കടാ. എൻ്റെ അഖിലിനെ തല്ലി ശരിപ്പെടുത്തിയേക്കോ. ആര്? ആ ഭാസ്കരൻ്റെ മക്കള്.
അടി കൊള്ളാത്ത ഒരു സ്ഥലം പോലും ഇല്ല ചെക്കൻ്റെ ശരീരത്തിൽ. നീ ഒന്ന് വന്നേ, പാടാ എണീക്കാം, നമുക്ക് ആശുപത്രി പോവാം. ദേ കണ്ടില്ലേ എന്താടാ ആഗ്രഹം ഉണ്ടായത്? ആ തെണ്ടി പിള്ളേർ കാരണം എൻ്റെ മോൻ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഇതങ്ങനെ വിടാൻ പാടില്ല. ആ തല്ലിപ്പൊളി ടീമുമായിട്ട് നീ എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയത്? അവൻ അങ്ങോട്ട് പോയതല്ല, അവരിങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കിയതാ. എന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. അതെ, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഇവന്മാർക്ക് ഇതിനുള്ളത് വാങ്ങിച്ചു കൊടുക്കണം. അശോക, നിന്റെ ഒരു കൂട്ടുകാരൻ പോലീസ് സ്റ്റേഷനിൽ ഇല്ലയോ? അയാളെ വിളിച്ച് പറഞ്ഞേര്. ഇതിനുള്ള എന്തായാലും ഒരു പരിഹാരം കണ്ടെത്തണം. അമ്മ ഇത് എന്ത് ഭാവിച്ചാ? എന്താ ഉണ്ടായെന്ന് അറിയത്തില്ല, അപ്പോഴേനും പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകണോ? നീ മിണ്ടരുത്. നീ ഒറ്റൊരാൾ കാരണം ഇതൊക്കെ ഉണ്ടായത്. ബാ മോനെ, നിങ്ങൾ വണ്ടി എടുക്കുക. അശോക ഒന്ന് പിടിക്ക്, പതിയെ പതിയെ. പിന്നെ കാണിക്കുന്നത് നീതുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ സുധീഷിൻ്റെ വീട്ടിൽ വരുന്നു. അവനെ ഇങ്ങോട്ട് വിളിക്ക്. എടാ സുഭാഷേടെ പുറത്തേക്ക് വാടാ. ആഹാ, കൗൺസിലറും ഉണ്ടല്ലോ. സുഭാഷേട്ടാ, ഞാൻ സംസാരിക്കാം. വേണ്ട, ഞാൻ സംസാരിച്ചോളാം. ഇറങ്ങി പുറത്തേക്ക് വാടാ. അവരെല്ലാം പോകുന്നു. നിധി പോകാൻ തുടങ്ങുന്ന നികേഷ് പറയുന്നു, ഏട്ടത്തി ഇപ്പം പോകണ്ട. കൗൺസിലറെ നമസ്കാരം. എന്താ ഇങ്ങോട്ട്? ഒരാളെ സംഘം ചേർന്ന് ആക്രമിച്ചിട്ട് ഇപ്പം ചോദിക്കാൻ വന്നപ്പോൾ നമസ്കാരം പറയുന്നു. ഇവൻ്റെ മുഖം നോക്കി ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ? അപ്പോഴത്തേനും അച്ഛൻ വരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വീട് കയറി ചോദിക്കാൻ വരുന്നതാണ് കൗൺസിലറുടെ പണി. ആ ലക്ഷം വീട് കോളനിയിലെ കുടിവെള്ള പൈപ്പ് കെട്ടിയിട്ട് 4 ദിവസമായി ഇതുവരെ വെള്ളം വന്നില്ല. ആ കവലയ്ക്കടുത്തുള്ള പുതിയ ഫ്ലാറ്റില്ലേ, അവിടുത്തെ കക്കൂസ് മാലിന്യങ്ങൾ കിണറ്റിലോട്ടാണ് ഒലിച്ചിറങ്ങുന്നത്. ആദ്യം അതൊക്കെ പോയി ചെയ്തിട്ട് വാ കൗൺസിലറെ. എൻ്റെ ജോലി എന്താണെന്ന് എനിക്കറിയാം, അത് എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഇവരെ എൻ്റെ ഏരിയയിലെ ആൾക്കാരാണ്. ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് നിൽക്കും. താൻ വന്ന് നിൽക്കുകയോ ഇരിക്കുകയോ എന്ത് വേണേലും ചെയ്തോ, പക്ഷേ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കണ്ടില്ലേ, കൗൺസിലറാണെന്നൊരു ബഹുമാനം പോലും ഉണ്ടോ ബാബു സാറേ? BLFിലെ രാജേന്ദ്രനെ നാട്ടുകാർക്ക് കുഴിമന്തി മേടിച്ച് തോപ്പിച്ച ആളായി ബാബു സാറ്. ഓ, മകത്തൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട. നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല, നിങ്ങളുടെ എല്ലാവരുടെയും പേര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. അതെന്തായാലും നന്നായി. ഇപ്പോൾ ഒരു വണ്ടിയായിട്ട് നിങ്ങളെല്ലാവരെയും പിടിച്ച് അകത്തിടാം. എൻ്റെ മോനെ അടിച്ച് തമ്പാറാക്കിയിട്ടേ നിങ്ങളെല്ലാവരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അതിനുള്ളതെല്ലാം നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരും. നിൻ്റെ മോൻ വലിയ ഗവർണർ ഇല്ലയോ? വൃത്തികെട്ടവനെ നിങ്ങളുടെ ഈ മക്കളാ. എൻ്റെ മകളുടെ ജീവിതമേ ഇവൻ നശിപ്പിക്കാൻ നോക്കുക. അത് കണ്ട് ഇവൻ മിണ്ടാതിരിക്കണോ? അത് ചോദിച്ചേനെ. എൻ്റെ മോനെ ഇങ്ങനെ തല്ലണമായിരുന്നോ? മനുഷ്യനെ അടിക്കുന്ന പോലെയല്ല തല്ലിയത്, പേപ്പട്ടി അടിക്കുന്നതിനെ പോലെയാണ് തല്ലിയത്. പേയുള്ള പട്ടിയെ തല്ലി കൊല്ലിയാ വേണ്ടത്. കേട്ടില്ല സാറേ, പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ മിണ്ടാതിരി, ഞാൻ സംസാരിക്കാം. എന്ത് സംസാരിക്കാനാ സാറേ? ഞങ്ങൾ ഇവനെ തല്ലിയത് വെറുതെയൊന്നും അല്ല. എൻ്റെ ഭാര്യയെ നടു റോഡിൽ വെച്ച് ഇവൻ എന്ത് അനാവശ്യം പറഞ്ഞെന്ന് ചോദിക്ക്. അത് കേട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണോ? അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുമെന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? കണ്ടില്ലേ ബാബു സാറേ, ഇത്ര പേരുടെ മുമ്പ് വെച്ച് ഒരാളെ കൊല്ലുമെന്ന് പറയാനുള്ള ചങ്കൂറ്റം കണ്ടില്ലേ? എടാ സുധീഷേ, ഇനിയിപ്പോൾ പോലീസ് വന്നാലേ പോകുന്ന പോക്കില്ലേ ഇവൻ്റെ കൈയും കാലും തല്ലി ഓടിച്ചേരെ. പുതിയ കൈക്കോട്ടെ അപ്പുറത്തിരിപ്പുണ്ട്. ഇവിടുത്തെ മരുമോളെ അപഹസിച്ചിട്ടെ അവന് കൈയും കാലും വെച്ച് നടക്കണ്ട. സുഭാഷേ, നിൻ്റെ അച്ഛൻ എന്ത് വർത്തമാനാ പറയുന്നത്? ഞാനിവിടെ നിൽക്കുന്നതെന്ന് ഒരു വിചാരം വേണ്ടായോ? നിൻ്റെ അനിയൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. നിൻ്റെ അച്ഛൻ കൈയും കാലും തല്ലി ഓടിക്കുമെന്ന് പറയുന്നു. എന്താ നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്നത്? എന്താ ഉണ്ടായെന്ന് അന്വേഷിക്കാതെ ഇവർ പറയുന്ന കേട്ട് ഇവരുടെ ഭാഗം മാത്രം നിന്ന് സംസാരിക്കല്ലേ സാറേ? ചേട്ടനൊന്നും മിണ്ടാതിരി. ചെയ്യാനുള്ളതെല്ലാം അവർ ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാതെ പോലെ കൗൺസിലറെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും മിണ്ടാതിരിക്കണോ? സംസാരിക്കുന്ന കേട്ടില്ലേ, ഇവനോടൊന്നും മര്യാദ പറഞ്ഞാൽ കേൾക്കത്തില്ല. അടിക്കാൻ ചെല്ലുന്നു. അത് വേണ്ട. മാറി നിൽക്ക് ചന്ദ്രനൊന്ന് മാറി നിൽക്കും. ഞാൻ സംസാരിക്കുന്നേ കൊള്ളാം. ഇനി 6 മാസത്തേന് വോട്ട് പിടിക്കാൻ ചന്തി കാണത്തില്ല. അത് ഓർത്തോ നീ? ബാബു സാറേ, അവന്മാർ പറയുന്ന കേട്ടില്ലേ? ഇവന്മാരുടെ കൂട്ടത്തിലെ ഇങ്ങാരെയും പിടിച്ച് ജയിലിലിടണം. ജയിലിൽ പിന്നെ നിൻ്റെ അച്ഛനെ ഓട്ടക്കാരൻ ചന്ദ്രനെ സ്ത്രീധനം കൊടുത്തിയാ നീ പറയുന്നവരെല്ലാം ജയിലിൽ പിടിച്ചിടാൻ. എടാ, മര്യാദയ്ക്ക് സംസാരിക്കണം. മിണ്ടാതിരിയടാ. പെൺകുട്ടികളോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ആൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ചൂടറിയും. അതും കിട്ടി മിണ്ടാതിരുന്നോണം. അല്ലാതെ അമ്മയും അച്ഛനെയും കൂട്ടി കൗൺസിലറെയും കൂട്ടി കുഴിമന്തിയും കൂട്ടിക്കൊണ്ട് വരുവല്ല ചെയ്യേണ്ടത്. മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഇവർ പറയുന്ന കേട്ട് ചാടിത്തുള്ളി വരുമായിരുന്നോ കൗൺസിലറെ? ഞങ്ങൾ പറയുന്നതിന് കാര്യമുണ്ടെന്നേ ഇപ്പം അറിയാം. പോലീസ് ഇപ്പം എത്തും. ആഭ്യന്തര വകുപ്പ് നിൻ്റെ അമ്മായിപ്പൻ്റെ ചിലവാണല്ലോ നീ പറയുന്ന പോലെ കേൾക്കാൻ. ദാ വരുന്നല്ലോ. നിധി പിന്നെ ഇറങ്ങി വരാൻ തുടങ്ങുമെന്ന് നികേഷ് തടയുന്നു. ഏട്ടത്തി ആ ബഹളത്തിലേക്ക് ഇറങ്ങി പോകണ്ട. എന്താ ഇവിടെ പ്രശ്നം? ഈ ഫാമിലി ഒരു തല്ലിപ്പൊളി ഫാമിലിയാ സാറേ. കവലെ വെച്ച് ഈ ചെറുക്കനെ തല്ലി ചതച്ചു. എന്താ കാര്യമെന്ന് ചോദിക്കാൻ വന്നപ്പോൾ എൻ്റെ മക്കിട്ട് കയറുക. കുഴിമന്തി കൗൺസിലർ എന്ന് പറഞ്ഞ് ഈ ബാബു സാറിനെ നാണം കെടുത്തി. ഒത്തുതീർപ്പിന് വന്ന ഇവരുടെ അടുത്ത് ഇവരെ ഹുങ്ക് കാണണമെന്ന് വെക്കുക. ഇവരൊക്കെ ജയിലിൽ പോയാലേ പഠിക്കത്തുള്ളൂ. അതെ സാർ, അത് ആദ്യം ചെയ്യണം സാറിന്. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.